بسم الله عليم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إننا نرجو إلى كأس حولك للعطش يوم نشر كتابي سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. സമാധരണീയരായ സയ്യിദ് സാദാത്തുക്കൾ, പണ്ഡിതർ, മഹല്ലു ഭാരവാഹികൾ, സഹോദര സഹോദരിമാർ, അല്ലാഹു ഈ വിശുദ്ധമായ സദസ്സിൽ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം തേടി അവിടത്തോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമായി ഒരുമിച്ചുകൂടി ഈ സദസ്സിൽ നമ്മുടെ ദോഷങ്ങൾ മുഴുവനും വിട്ടുമോർത്തു മാപ്പാക്കി തരുമാറാവട്ടെ. തെറ്റുകൾ ഇല്ലാത്ത ഒരു ജീവിതം പാവപ്പെട്ട നമുക്ക് അവന്റെ ഔദാര്യമായി സമ്മാനിക്കുമാറാവട്ടെ. വിശുദ്ധ റബീഉൽ അവ്വൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ മാസമാണ്. അല്ല, ലോകത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. കാരണം എല്ലാ ദുഃഖങ്ങൾക്കും വരുന്ന കാര്യങ്ങൾ ഇല്ലാതെ ക്ഷമിക്കുകയും ചെയ്ത കാരുണ്യത്തിന്റെ നേതാക്കളുടെ നേതാവാണ് അഷ്റഫുൽ വുജൂദ് റസൂലുള്ളാഹി. മനുഷ്യ ഹൃദയത്തിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കണികകൾ നട്ടുവളർത്തുകയും ആ സ്നേഹവും കാരുണ്യവും നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനവും ചെയ്യുകയും ചെയ്ത അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തൊരാൾക്കും നൽകാൻ കഴിയാത്ത സ്നേഹമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൽ മതത്തിന്റെയോ ജാതിയുടെയോ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ മനുഷ്യരോടും സ്നേഹം, എല്ലാ ജീവികളോടും സ്നേഹം, എല്ലാ വസ്തുക്കളോടും സ്നേഹം. ആ സ്നേഹമാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്ന് ലോകത്ത് പഠിപ്പിച്ച ഹബീബുൽ വറ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നമുക്ക് ധാരാളം നിഅമത്തുകൾ ചെയ്തു തന്നു. ആ നിഅമത്തിന്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട നിഅമത്തുകളുടെ കൂട്ടത്തിൽ മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അനുഗ്രഹം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പുനര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൃപ നോക്കൂ നിങ്ങൾ. ഒരു തവണ അല്ലാഹുവിന്റെ ഹബീബ് വല്ലാതെ കരയുന്നു. കരച്ചിലിന് ഗൗരവം കൂടിയപ്പോ സ്വാഭാവികമായും അവിടുത്തെ പുന്നാരമകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ബീവി ആയിഷത്തു സുഹ്റ റളിയല്ലാഹു അൻഹയ്ക്ക് സഹിക്കാനായില്ല. ഫാത്തിമ ബീവിയും ആയിഷ റളിയല്ലാഹു അൻഹയും കടന്നു വന്ന്, എന്തിനാണ് വാപ്പ ഇത്രയും വലിയ കരച്ചിൽ കരയുന്നത്? വല്ലാത്ത കരച്ചിലാണല്ലോ. ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മറുപടി നൽകിയത്, മോളെ, ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട നബിയേ, അങ്ങയുടെ സമുദായത്തിനെ 3 വിഭാഗമാക്കി. ഒരു വിഭാഗത്തെ ഒരു ഹിസാബുമില്ലാതെ സ്വർഗത്തിലെത്തിക്കാം, അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം നൽകാം. ഏതാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് നബിയേ എന്ന് ചോദിക്കുമ്പോ, മോളെ, ഞാൻ ഒട്ടും ചിന്തിച്ചില്ല. ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ ശഫാഅത്തിന്റെ അധികാരം തെരഞ്ഞെടുക്കുന്നു. കാരണം എല്ലാവരെയും എനിക്ക് രക്ഷപ്പെടുത്താമല്ലോ, എല്ലാവരെയും എനിക്ക് രക്ഷപ്പെടുത്താമല്ലോ. ആ ഒരു കാരണം കൊണ്ട് ഞാൻ ശഫാഅത്ത് പെട്ടെന്ന് തെരഞ്ഞെടുത്തു മോളെ. പക്ഷേ അതാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, അങ്ങയുടെ സമുദായത്തെ 2 വിഭാഗമാക്കി മാറ്റി. മൊത്തം അങ്ങയുടെ സമുദായത്തിന്റെ 50% നേർപകുതിയെ യാതൊരു ഹിസാബുമില്ലാതെ സ്വർഗത്തിലെത്തിക്കാം, അല്ലെങ്കിൽ ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം നൽകാം. നിങ്ങൾ ഏതാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോഴും ഫാത്തിമ ഞാൻ ഒട്ടും ചിന്തിച്ചില്ല. ഉടനെ പറഞ്ഞു, എനിക്ക് ശഫാഅത്തിന് അധികാരം മതി, എനിക്കെല്ലാവരെയും രക്ഷപ്പെടുത്തണം, അതുകൊണ്ട് ശഫാഅത്തിനുള്ള അധികാരം വേണമെന്ന് പറയുമ്പോ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ ഓർഡർ പറയുന്നു, നബിയേ, അല്ലാഹു എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. പക്ഷേ നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് മാത്രം അങ്ങ് ശഫാഅത്ത് ചെയ്യല്ല നബിയേ. ഫാത്തിമ, ഞാനിതാ സിറാത്തുൽ മുസ്തഖീമിന്റെ ചാരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്റെ മുന്നിലൂടെ നല്ല ദീനിന്റെ പ്രബോധകന്മാരായ ചെറുപ്പക്കാർ, സ്വലാത്തിന്റെ സംഘാടകരായ ചെറുപ്പക്കാർ, പള്ളിയുടെ സംഘാടകരായ ചെറുപ്പക്കാർ, ദീനി സംഘടനകളുടെ സംഘാടകരായ ചെറുപ്പക്കാർ, അവരിങ്ങനെ കടന്നു പോകുന്നു. എനിക്ക് സന്തോഷമാണ്. പടച്ചവനെ, എന്റെ വിശുദ്ധമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകളല്ലേ വരുന്നത്. അവരെ കാണുമ്പോ എനിക്ക് വല്ലാത്ത റാഹത്താണ്. പക്ഷേ പെട്ടെന്ന് അക്കൂട്ടത്തിൽ നിന്ന് ചില ആളുകളതാ കാലറിയിട്ട് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നരകത്തിലേക്ക് വീഴുന്നു. കാരണം അവർ നിസ്കാരം ഉപേക്ഷിച്ചവരാണ്, ദീനീ പ്രവർത്തന രംഗത്ത് സജീവമാണ്, എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാണ്. പക്ഷേ
5 വക്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വേണ്ടതുപോലെ കണിശതയുണ്ടായില്ല. വല്ലപ്പോഴുമൊക്കെ തോന്നുന്ന സമയത്തുള്ള നിസ്കാരക്കാരാണ്. അതുമല്ലെങ്കിൽ നിസ്കാരത്തിലൊക്കെ ശ്രദ്ധയുള്ളവർ തന്നെയാണ്. പക്ഷേ പ്രവർത്തനത്തിന്റെ തിരക്ക് കൊണ്ട് 24 മണിക്കൂറും ഓടിയ ഓട്ടത്തിന്റെ കാഠിന്യം കൊണ്ട് അവർക്ക് അന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. ആ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ അവര് നരകത്തിലേക്ക് വീഴുന്നത് ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു. വീഴുന്നത് അമുസ്ലിങ്ങളല്ല, നല്ല സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയുള്ള ചെറുപ്പക്കാരാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നവരാണ്. എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം നിൽക്കുന്നവരാണ്. ആ ആളുകൾ നരകത്തിലേക്ക് വീഴുന്ന സമയത്ത് നിസ്കാരം ഉപേക്ഷിച്ച മനുഷ്യര് നരകത്തിലേക്ക് വീഴുന്നത് നോക്കി നിൽക്കേണ്ട ഒരവസ്ഥ, എനിക്കവരെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥ ആലോചിക്കുമ്പോ ഫാത്തിമ, എനിക്ക് കരയാതിരിക്കാൻ കഴിയുന്നില്ല. എന്റെ സങ്കടം അടങ്ങുന്നില്ല. എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. ചെറുപ്പക്കാരെ, എന്റെ ഉമ്മമാരെ, എത്ര ഗൗരവമാണ് ഈ പറയുന്നത്. പുനരുപ്പുവായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസം ഫാത്തിമ ബീവി കരച്ചിലിന്റെ കാഠിന്യം കൊണ്ട് വെള്ളം കുടിച്ചില്ല എന്ന് ഹദീസിൽ കാണുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഭക്ഷണം കഴിച്ചില്ല എന്ന് ഹദീസിൽ കാണുന്നു. അത്രയും അതാ 3 പേരും വാവിട്ട് കരയുകയാണ്. എന്തേ കരയുന്നത്? നിസ്കാരം ഉപേക്ഷിക്കുന്ന മുഅ്മിനായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ നരകത്തിലേക്ക് വീണുപോകുമല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള കരച്ചിലിന്റെ കാഠിന്യമാണെങ്കിൽ, ചെറുപ്പക്കാരെ, നിസ്കാരം ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഗൗരവത്തോടെ നാം കാണേണ്ട മറ്റെന്തെങ്കിലും നമ്മുടെ മുന്നിൽ ഉണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല മനസ്സ് നൽകുമാറാവട്ടെ. എനിക്ക് വല്ലാതെ സങ്കടം തോന്നാറുണ്ട്. നമ്മുടെ ഉമ്മമാരിൽ ചിലരെങ്കിലും രാവിലെ എണീക്കാൻ അല്പം വൈകിപ്പോയി, രാത്രി സ്വലാത്തിന് വന്നതാണ്, അല്ലെങ്കിൽ ദിക്റിന് വന്നതാണ്, അതുമല്ലെങ്കിൽ വഅദ് കേൾക്കാൻ വന്നതാണ്, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കാര്യത്തിന് വേണ്ടി ഉറക്കൊഴിവായി പോയതാണ്. രാവിലെ അല്പം വൈകിപ്പോയി. വൈകി എന്ന് കാണുമ്പോ പിന്നെ പെട്ടെന്ന് എണീറ്റ് നിസ്കരിക്കാനുള്ള ശ്രമത്തിലല്ല. നമ്മളപ്പോ സാധാരണ പോലെ ഒരു പ്രാപദികമായ മുറകളും മുടക്കം പറ്റാതെ കാത്തു നിസ്കാരം അങ്ങ് കളായി പോയി. നിസ്കാരം കളായപ്പോഴോ അപ്പൊ പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത്, ഏതായിരുന്നാലും നിസ്കാരം കളായി, ഇനി നമുക്ക് ളുഹറിന്റെ കൂടി അങ്ങ് നിസ്കരിച്ചാ മതിയല്ലോ, ഏതായിരുന്നാലും കളായില്ലേ. അങ്ങനെ ചിന്തിച്ചു പോകുന്ന ചെറുപ്പക്കാരോട് വളരെ ഗൗരവത്തോടെ ഞാൻ പറയുന്നു, ഈ ലോകത്തെ ഏറ്റവും കടുപ്പമുള്ള തെറ്റ് നിസ്കാരം ഉപേക്ഷിക്കല് തന്നെയാണ്. മറക്കണ്ട. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് വഫാത്തിന്റെ രംഗത്ത് മെല്ലെ ശബ്ദമുയർത്തിയിട്ട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ചാരത്ത് ചെന്ന് കാത് അവിടുത്തെ ശറഫാക്കപ്പെട്ട ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചു കൊടുക്കുമ്പോ അവിടുന്ന് പറയുന്നത്, അസ്വലാ 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 ഉസീകും ബിസ്വലാ. ജനങ്ങളെ, നിസ്കാരം നിസ്കാരം നിസ്കാരത്തിന്റെ കാര്യം നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു കേട്ടോ. ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ടവരെ, കരളിന്റെ കഷ്ണങ്ങളായ സഹോദര സഹോദരിമാരെ, എനിക്ക് പരിശുദ്ധമായ റബീഉൽ അവ്വൽ അവസാനിക്കുകയും പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസം ആരംഭിക്കുകയും ചെയ്ത ഈ ദിവസത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൈയുയർത്തി ചോദിക്കാനുണ്ട്. എന്താണ് ആ കാര്യം? ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്വലാത്തിന്റെ സദസ്സിൽ നിന്ന് ഞാൻ ഏറ്റവും പ്രാധാന്യത്തോടെ ചോദിക്കുന്നത്,
ഞാൻ ചൊല്ലുന്ന സ്വലാത്തിന്റെ ഉടമസ്ഥരായ അഷ്റഫുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി വഫാത്തിന്റെ സമയത്ത് തന്നെ ഓതിപ്പെടുത്തിയ നിസ്കാരം അതൊന്നു കളാകാതെ ജീവിച്ചു കിട്ടാൻ മരണം വരെ അത് കളാ സംഭവിക്കാതിരിക്കാൻ എനിക്ക് തൗഫീഖ് ചെയ്യണം അല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹബീബുൽ വറാ റസൂലുള്ളാഹി അവിടുത്തേക്ക് എത്ര വലിയ സ്നേഹമാണ് നമ്മോട്, എത്ര വലിയ കൃപയാണ് നമ്മോട്. അല്ലാഹുവിന്റെ ഹബീബ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടോ, സ്നേഹത്തിന്റെ കാഠിന്യം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാവങ്ങളായ നമുക്ക് ആവശ്യമുള്ള സകല കാര്യങ്ങളും നിർവഹിച്ചു തന്ന കൂട്ടത്തിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തവണ അല്ലാതെ കരയുന്നു. കരച്ചിലങ്ങ് കാഠിന്യം കൂടിപ്പോയി. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ തന്നെ ഓടി വരികയാണ് റളിയല്ലാഹു അൻഹാ. കാരണം ഫാത്തിമ ബീവിക്ക് വാപ്പയോട് വല്ലാത്ത സ്നേഹമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട ഉപ്പ, എന്തിനാണ് എന്റെ വാപ്പ കരയുന്നത്? എന്തിനാണ് എന്റെ വാപ്പ കരയുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചാരത്തേക്ക് അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് തേങ്ങി തേങ്ങി കരഞ്ഞിട്ട് പറയുന്നു, മോളെ ഫാത്തിമ, ഇപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ മുന്നിലേക്ക് വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, ജിബ്രീലിന്റെ മുഖമങ്ങ് കണ്ടപ്പോ വല്ലാതെ വിവർണമായിട്ടുണ്ട്. സാധാരണ നല്ല ഭംഗിയുള്ള മുഖത്തോടെ വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഇത്തവണ അങ്ങേ അറ്റത്തെ വിഷമത്തോടെ വരുന്നത് കണ്ടപ്പോ എനിക്ക് സങ്കടം താങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീൽ, എന്തേ പറ്റിപ്പോയത്? എന്തേ നിങ്ങളെ മുഖം വർണ്ണമായിരിക്കുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളെ മുഖം വല്ലാതെ വിവർണമായല്ലോ, വല്ലാതെ വിവർണമായല്ലോ, എന്തു പറ്റിപ്പോയെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, ഞാനിങ്ങ് പുറപ്പെടുന്ന സമയത്ത് നരകം കത്തിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലായിക്കത്ത് അലൈഹിമുസ്സലാം നരകമങ്ങ് കത്തിക്കുന്നത് കണ്ടപ്പോ നരകത്തിന്റെ ഭീകരമായ രംഗം കണ്ട് ഞാൻ പേടിച്ചരണ്ടുപോയി. ആ നരകത്തിന്റെ കടുപ്പം കണ്ടിട്ടാണ് എന്റെ മുഖം വല്ലാതെ വാടിക്കരിഞ്ഞ് വിവർണമായിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു മലക്കല്ലേ, നിങ്ങൾ ഒരിക്കലും നരകത്തിലെത്തുകയില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ഇത്രയും വിഷമിക്കുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, നബിയേ, ഞാൻ മാത്രമല്ല എന്റെ കൂട്ടുകാരൻ സയ്യിദുനാ മീകായിൽ അലൈഹിസ്സലാം അതാ നരകം ഒരൊറ്റ തവണ കണ്ടതാണ്. ഒരൊറ്റ തവണ നരകം കണ്ട കാരണത്താൽ പിന്നെ ഇതുവരെ ചിരിച്ചിട്ടില്ല. ഒരൊറ്റ തവണ നരകം കണ്ട കാരണത്താൽ പിന്നെ ഇതുവരെ ചിരിച്ചില്ല. എന്തേ കാരണം? നരകത്തെ കുറിച്ചങ്ങ് ചിന്തിക്കുമ്പോ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ചിരിക്കാൻ കഴിയില്ല, കരയാതിരിക്കാനാവില്ല. അത്രയും കടുപ്പമാണ് നരകം. ചെറുപ്പക്കാരെ, കരളിന്റെ കട്ടങ്ങളെ, നരകത്തെ കുറിച്ച് ആയിരക്കണക്കിന് കാസറ്റുകൾ കേൾക്കുന്നവരാണ് ഞാനും നിങ്ങളും. നരകത്തെ കുറിച്ച് ഒരുപാട് സ്റ്റേജിൽ പ്രസംഗിച്ചവനാണ് ഞാൻ, കേട്ടവരാണ് നിങ്ങൾ. പക്ഷേ നരകത്തിന്റെ കാഠിന്യം നമ്മളെ കൽബിലേക്ക് അങ്ങ് കടന്നു വന്നിട്ടില്ല. കടന്നു വന്നാൽ രാത്രി അങ്ങ് ഉറങ്ങാൻ ധൈര്യപ്പെടില്ല, രാത്രി അങ്ങ് ഉറങ്ങാൻ ധൈര്യപ്പെടില്ല. ഒരൊറ്റ സംഭവം എടുക്ക് ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ഒരു തവണ വുളൂ ചെയ്യാൻ വേണ്ടി ഒരു ഹൗദിലേക്ക്, ഒരു പുഴയിലേക്ക് ചെല്ലുകയാണ്. ആ പുഴ നിറയെ
നല്ല രക്തം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഈസാ അലൈഹിസ്സലാം ചിന്തിച്ചു, ഇതിന്റെ രുചി രക്തമാണല്ലോ, ഇതിന്റെ വാസന രക്തമാണല്ലോ, ഇതിന്റെ നിറം രക്തമാണല്ലോ, എന്താണ് ഇതിങ്ങനെയും രക്തമായി മാറാനുള്ള കാരണമെന്ന് ചിന്തിച്ച് ആ പുഴയുടെ കരയിലൂടെ നടന്ന് എവിടെന്നാണ് ഈ പുഴ വരുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. കുറെ ദൂരമങ്ങ് നടന്നപ്പോ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഒരു നല്ല പർണശാലയുണ്ട്. മുത്തുകൊണ്ട് മാണിക്യം കൊണ്ടുണ്ടാക്കിയ പർണശാലയാണ്. ആ മിഹ്റാബിന്റെ മുന്നിൽ ഒരു സാധു മനുഷ്യനിരിക്കുന്നു. ആ മനുഷ്യനെ കാണുമ്പോ ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം വളരെ താല്പര്യത്തോടെ ചെന്ന് അസ്സലാമു അലൈക്കും എന്നങ്ങ് സലാം പറയേണ്ട താമസം സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യനൊറ്റ മറുപടിയാണ് വഅലൈക്കുമുസ്സലാം യാ റൂഹല്ലാഹി ഈസാ. ഈസാ അലൈഹിസ്സലാം ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് എവിടുന്നാണ് എന്റെ പേര് കിട്ടിയത്? ഞാൻ നിങ്ങളെ കണ്ടതായി ഓർമ്മയില്ലല്ലോ. നിങ്ങൾ എവിടത്തുകാരനാണ്? നിങ്ങൾക്ക് എവിടുന്നാ എന്റെ പേര് കിട്ടിയത്? ഈസാ അലൈഹിസ്സലാമിനോട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എവിടത്തുകാരനാണ്, എവിടുന്നാ എന്റെ പേര് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോ, ഞാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട 4ാമത്തെ മെമ്പറാണ്. ഈസാ അലൈഹിസ്സലാം ഒന്നുകൂടി അത്ഭുതപ്പെട്ടു. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാള് എങ്ങനെയാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ട് സ്വന്തമായി ഇവിടെ ഇരിക്കുക? ഇബ്ലീസിന്റെ ആളുകളാകുമ്പോ ഇബാദത്തിൽ നിന്ന് മടക്കം വരികയല്ലേ വേണ്ടത്? എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഇബാദത്ത് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ അതാകാശ ലോകത്തിലൂടെ പറന്നുപോയിട്ട് മലായിക്കത്തിന്റെ ഇടയിൽ നടക്കുന്ന സംസാരങ്ങൾ ഞാൻ പിടിച്ചെടുക്കും. ഭൂമി ലോകത്തുള്ള നല്ല ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു. ആ ജ്യോത്സ്യന്മാർക്ക് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ആ ജ്യോത്സ്യന്മാര് അതാ മലായിക്കത്ത് അലൈഹിമുസ്സലാമിന്റെ ഇടയിലുള്ള ലോകത്ത് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ കൈമാറുന്നതങ്ങ് പറയുമ്പോ ജ്യോത്സ്യന്മാര് കൃത്യമായി ജനങ്ങളോടത് പറയുകയും അത് മലായിക്കത്ത് പറഞ്ഞ വിഷയമായതുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നതോടെ ആ ജ്യോത്സ്യന്മാര് പറയുന്ന സകല കളവുകളെയും ജനങ്ങൾ വിശ്വസിക്കുകയും ആ ജ്യോത്സ്യന്മാരെ അവരെ ആരാധിക്കുകയും അങ്ങനെ ലോകത്ത് ശിർക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ക്ഷമിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അഷ്റഫുൽ വജൂദ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ട് അവിടുന്ന് ജനിച്ചതോടെ പിന്നെ അങ്ങനെ ഒരു ആകാശ ലോകത്തേക്ക് ഇബ്ലീസുമാര് പിശാചുക്കൾ കയറി ചെന്നാൽ പെട്ടെന്ന് ഉൽക്കകൾ തട്ടിയിട്ട് അവര് നശിപ്പിച്ചു കളയുന്നു. പടച്ച റബ്ബ് കേട്ടോ, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനമായി പിന്നെ ആകാശ ലോകത്തേക്ക് കയറാൻ പിശാചിന് കഴിവില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വരെ പിശാചുക്കൾ ആകാശ ലോകത്തെ വിഹരിക്കുകയും മലായിക്കത്തിന്റെ ഇടയിൽ നടക്കുന്ന സംസാരങ്ങൾ പിടിച്ചെടുത്ത് ഭൂമി ലോകത്തുള്ള ജ്യോത്സ്യന്മാർക്ക് കൈമാറുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ജ്യോത്സ്യന്മാര് പറഞ്ഞ കുറെ കാര്യങ്ങൾ ശരിയായി മാറുകയും ആ ജ്യോത്സ്യന്മാർക്ക് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളിൽ കൂട്ടിച്ചേർത്ത് ലോകത്ത് അത് തെറ്റായി ജനങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു തവണ സുബ്ഹാനല്ലാഹ് ആകാശ ലോകത്തിലൂടെ പറക്കുമ്പോ 2 മലായിക്കത്തുകൾക്കിടയിലുള്ള സംസാരം കേൾക്കുകയാണ്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നരകത്തെ കുറിച്ചാണ്. നരകത്തിന്റെ കഠോരമായ കാഠിന്യം ആ മലക്കുകൾ സംസാരിക്കുന്നതങ്ങ് കേട്ടതോടെ എന്റെ സമാധാനം നശിച്ചുപോയി. എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല.
ഇത്രയും കടുപ്പമുള്ള നരകം എനിക്ക് സഹിക്കാനാവുമോ? എന്റെ മനസ്സിനോട് ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞാൻ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ജീവിക്കുന്ന കാലഘട്ടമാണ്. അവിടുത്തെ ചാരത്തേക്ക് ഇറങ്ങി വന്ന് അവിടുത്തെ മുന്നിൽ നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന നൂഹൻ റസൂലുള്ളാഹ് എന്ന കലിമ ഉച്ചരിച്ച് ഞാൻ അങ്ങ് മുസ്ലിമാകുന്നു. അവിടുത്തെ ഖാദിമായി, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖാദിമായി അവിടുത്തെ വഫാത്ത് വരെ ഞാൻ ജീവിക്കുകയാണ്. അവിടുന്ന് വഫാത്തായപ്പോ ഹൂദ് അലൈഹിസ്സലാമിന്റെ കൂടെ ജീവിക്കുകയാണ്. അവിടുന്ന് വഫാത്തായപ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൂടെ ജീവിക്കുകയാണ്. അവിടുന്ന് വഫാത്തായപ്പോ 6 മാസക്കാലം ഈ പർവ്വതത്തിന്റെ മുകളിൽ വന്ന് ഞാൻ റബ്ബിനെ ആരാധിക്കുകയാണ്. 6 മാസം കഴിയുമ്പോ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം വരുന്നു. അദ്ദേഹത്തിന്റെ ഖാദിമായി ജീവിക്കുന്നു. ഹാറൂൻ അലൈഹിസ്സലാമിന്റെ ഖാദിമായി ഞാൻ ജീവിക്കുന്നു. അവസാനം ഞാൻ 6 മാസത്തോളമായി പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹുവിനെ പേടിച്ച് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്റെ മുന്നിലേക്ക് വരാനിരിക്കുന്നത് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനല്ലാതെ എന്റെ ചാരത്തേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ റൂഹുല്ലാഹി ഈസയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ പേര് തിരിച്ചറിഞ്ഞെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാമിന്റെ ചോദ്യം, ഈ കാണുന്ന പുഴ രക്തത്തിന്റെ നിറമായി ഒഴുകി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിന്റെ കാരണം നിങ്ങൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. 2000 കൊല്ലം മുമ്പ് വരെ അത് നല്ല വെള്ളമായി ഒഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് എനിക്ക് 400-ലേറെ വയസ്സുള്ള ചെറിയ കുട്ടിയാണ്. 400-ലേറെ വയസ്സുള്ള ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ പെട്ടെന്നൊരു ദിവസം ഈ കാണുന്ന പുഴയങ്ങ് രക്തമായി പോയി. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഈസാ അലൈഹിസ്സലാം പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആ പർവ്വതത്തിന്റെ മുകളിൽ അങ്ങ് കയറിയിട്ട് ചെന്ന് നോക്കുമ്പോ വലിയ മാർബിളിന്റെ ഒരു കല്ല്. സുബ്ഹാനല്ലാഹ്, വിശദമായി കിതാബിൽ അതിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. ആ പർവ്വതത്തിന്റെ മുകളിലുള്ള വലിയ ഗുഹയിലുള്ള കല്ലിന്റെ ചാരത്ത് വന്ന് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ചോദിക്കുന്നു, അസ്സലാമു അലൈക്കും. മറുപടിയില്ല. രണ്ടാമത് പറയുന്നു, അസ്സലാമു അലൈക്കും. മറുപടിയില്ല. മൂന്നാമതും പറയുന്നു, അസ്സലാമു അലൈക്കും. മറുപടിയില്ല. ആ സമയത്ത് ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്. 2 കാര്യം കൊണ്ടാണ് സഹായം തേടാൻ അല്ലാഹു പറഞ്ഞത്. ഒന്ന് നിസ്കാരം കൊണ്ടാണ്, മറ്റൊന്ന് ക്ഷമ കൊണ്ടാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം നേരെ അവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടൊരു ദുആ ചെയ്യുന്നു. പടച്ചവനെ, ഈ കല്ലെന്നോട് സംസാരിക്കണം റബ്ബേ, ഈ കല്ലിന്റെ യാഥാർത്ഥ്യം എനിക്കറിയണം അല്ലാഹ്. ദുആ തീർന്നില്ല. വ അലൈക്കുമുസ്സലാം യാ റൂഹല്ലാഹി ഈസാ. കല്ലിന്റെ മറുപടി വരികയാണ്. ഈസാ അലൈഹിസ്സലാം ചോദിച്ചു, കല്ലേ, എന്തേ നേരത്തെ തന്നെ ഇതങ്ങ് പറയാൻ പാടില്ലായിരുന്നോ? ആ നേരത്തെ എന്തേ എന്റെ ചോദ്യത്തിനു മറുപടി നൽകിയില്ല? കല്ലിന്റെ മറുപടി കേട്ടോ, 100 കണക്കിന് സദസ്സിൽ നരകത്തെ കുറിച്ച് പറഞ്ഞ ഞാനും നിങ്ങളും കേട്ട ഞാനും നിങ്ങളും ആലോചിച്ചോ? ഈസാ അലൈഹിസ്സലാമിനോട് ആ കല്ല് പറയുന്നു, നബിയേ, 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അതാ എന്റെ മുകളിൽ വന്നിരുന്നു 2 മലായിക്കത്ത് അലൈഹിസ്സലാം നരകത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നരകത്തിന്റെ കാഠിന്യം വിശദീകരിക്കുകയാണ്. നരകത്തിന്റെ ചൂടിനെ പരിചയപ്പെടുത്തുകയാണ്. നരകത്തിലെ സർപ്പങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നരകത്തിലെ തേളുകളെ പരിചയപ്പെടുത്തുകയാണ്.
നരകത്തിലെ സബാനിയാക്കളെ പരിചയപ്പെടുത്തുകയാണ്. ഇതങ്ങ് കേട്ടതോടെ എന്റെ മനസ്സ് പഴയാൻ തുടങ്ങി. ആ കടുപ്പമുള്ള നരകം ആലോചിച്ചപ്പോ എനിക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. 2 ലക്ഷം വർഷമായി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല കണ്ണുനീരായി താഴെ കുതിർന്നു വീഴുന്നത് ജനങ്ങൾ പുഴയാണെന്ന് ധരിച്ചു പോയതാണ്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മലായിക്കത്തു അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഒരു ചർച്ച ഞാൻ കേട്ടു. ആ ചർച്ചയിൽ അവര് പറയുന്നത് ആയത്താണ്, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. ഈ ആയത്തങ്ങ് കേട്ടതോടെ എന്റെ മനസ്സ് പറയുന്നു, ഓ നീയും ഒരു കല്ലല്ലേ, നീയും ഒരു കല്ലല്ലേ. മനുഷ്യരുടെ കൂടെ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലാണെങ്കിൽ നീയും അതുപോലെ കത്തിക്കപ്പെടാൻ സാധ്യതയില്ലേ? എന്നിട്ടും എന്തേ നിനക്ക് മനസ്സിലൊരു പെടച്ചിൽ വന്നില്ല? എന്നിട്ടും എന്തേ നിന്റെ മനസ്സിനൊരു വേവലാതി തോന്നിയില്ല? നീ ആ കല്ലായി മാറിയാൽ നരകത്തിൽ നിന്നെ കത്തിക്കപ്പെടുന്ന കല്ലിന്റെ കൂട്ടത്തിൽ നീ ഇല്ല എന്നാര് പറഞ്ഞു? ഒരു പക്ഷേ നീയും അതിൽപ്പെട്ട ഒരു കല്ലായിക്കൂടെ? അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നിനക്കത് താങ്ങാൻ കഴിയുമോ? ഇതങ്ങ് ആലോചിക്കുമ്പോ എനിക്ക് കണ്ണിൽ നിന്ന് പിന്നെ കണ്ണുനീരല്ല വരുന്നത് നബിയേ, എന്റെ കണ്ണിൽ നിന്ന് വരുന്നത് നല്ല രക്തമാണ് നബിയേ. എന്നാൽ ഞാൻ ചിന്തിച്ചു പോയത്, എന്നെക്കാൾ എത്രയോ ചെറിയ ജീവിയാണ് മനുഷ്യൻ. എന്റെ ഒരു ചെറിയ കഷ്ണം ചെന്ന് വീണാൽ മരിച്ചു പോകുന്നവനാണ് മനുഷ്യൻ. എന്നെക്കാൾ വളരെ ചെറിയ ആയുസ്സുള്ളവനാണ് മനുഷ്യൻ. എന്നിട്ടും ആ മനുഷ്യൻ നരകത്തിൽ എന്റെ കൂടെ, ഞങ്ങളെ കൂടെ കല്ലിന്റെ കൂടെ കത്തിക്കപ്പെടുമെന്ന ആയത്തവൻ കേൾക്കുക മാത്രമല്ല, അവൻ ഓതിക്കൊണ്ടിരിക്കുക കൂടി ചെയ്തിട്ടും അവന്റെ മനസ്സിനൊരു പെടച്ചിൽ വരുന്നില്ല. അവന്റെ കണ്ണിൽ നിന്നു കണ്ണുനീര് വരുന്നില്ല. അവന് കരയാൻ കഴിയുന്നില്ല. മനുഷ്യരെക്കാൾ വിഡ്ഢിയായി ലോകത്ത് മറ്റാരെങ്കിലും ഉണ്ടോ നബിയേ? ഈ പടുവിഡ്ഢികളോട് എന്തിനു മറുപടി പറയാൻ? ഞാനത് ചിന്തിച്ചു പോയി. ക്ഷമിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാമിനോട് പറയുന്നു, ചെറുപ്പക്കാരെ, നരകം കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി? ആ നരകത്തിന്റെ കാഠിന്യം ആലോചിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം നരകമൊന്ന് കണ്ടതേ ഉള്ളൂ, അനുഭവിച്ചില്ല. നരകമൊന്ന് കണ്ടതേ ഉള്ളൂ, അനുഭവിച്ചില്ല. അപ്പോഴേക്ക് പേടിച്ച് കണ്ണും കാതും മുഴുവനും അല്ലാതെ വിവരണമായി പോയി. ബഹുമാനപ്പെട്ട മീഖായിൽ അലൈഹിസ്സലാം നരകം കണ്ട കാരണത്താൽ പിന്നെ ചിരി വരുന്നില്ല. ആ നരകത്തിന്റെ കാഠിന്യത്തെ കുറിച്ച് നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ജിബ്രീൽ, ആർക്കാണ് നരകം? എന്താണ് നരകത്തിന്റെ അവസ്ഥ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു തുടങ്ങുന്നു, നബിയേ, എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി അത് പറയാൻ പ്രയാസമാണ്. അത് പറയാൻ കഴിയുമോ എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ നിർബന്ധിക്കുമ്പോ പറയാതിരിക്കാനും ആവില്ല. അങ്ങയുടെ സമുദായത്തിലെ മുഅ്മിനീങ്ങളായ ദോഷികൾക്ക് ആ നരകത്തിലെ 6ാമത്തെ വാതിൽ അല്ലാഹു ഖലാ ചെയ്തു പോയി നബിയേ. നരകത്തിൽ അവസാനത്തെ വാതില് മുഅ്മിനീങ്ങളായ ദോഷികൾക്കുള്ളതാണ്. മുഅ്മിനീങ്ങളായ ദോഷികൾക്കുള്ളതാണ്. മുഅ്മിനീങ്ങളായ ദോഷികൾക്കുള്ളതാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് കേൾക്കുമ്പോ, അന്ത ഉമ്മുൻ അം അബൂ മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ
സയ്യിദി ഖൈറൻ നബി. മാതാവിനേക്കാൾ പിതാവിനേക്കാൾ ലോകത്തു മറ്റെല്ലാവരെക്കാളും നമ്മെ സ്നേഹിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കത് താങ്ങാനാവുമോ? അവിടുന്ന് അതാ കരയുകയാണ്. നന്ന നിൽപ്പിൽ പിന്നിലേക്കങ്ങ് വീണിട്ട് കരയുകയാണ്. വല്ലാത്ത കരച്ചിലാണ്. സ്വഹാബികളത് കണ്ട് വാവിട്ട് കരയുകയാണ്. അവിടുത്തെ കുടുംബം കരയുകയാണ്. മദീന മുഴുവനും കരയുകയാണ്. നബി തങ്ങൾ പറയുന്നു, ഞാൻ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീൽ, മുഅ്മിനീങ്ങളുടെ നരകത്തിലെ അവസ്ഥ എന്താണ്? മുഅ്മിനീങ്ങൾ എങ്ങനെയാണ് നരകത്തിലേക്ക് പോകുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഓ പ്രിയപ്പെട്ട നബിയേ, അതാ മനുഷ്യൻ രണ്ട് വിഭാഗമായി മാറുന്ന ലോകമാണ് മഹ്ശറ. യഥാർത്ഥത്തിൽ രണ്ട് വിഭാഗമായി മുഅ്മിനീങ്ങൾ മാറുന്ന ലോകമാണ് മഹ്ശറ. ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗം നരകത്തിലാണ്, മറുഭാഗം സ്വർഗത്തിലാണ്. പക്ഷേ ആ സ്വർഗത്തിലേക്ക് പോകുന്നവർക്ക് മുഖം വെളുത്തവരാണ്, നരകത്തിലേക്ക് പോകുന്നവര് മുഖം കറുത്തവര് മാത്രമല്ല. പ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, യൗമ തബയ്യലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. ഒരു വിഭാഗത്തിന്റെ മുഖം വല്ലാതെ കറുത്തു പോകുന്നു, വേറെ ഒരു വിഭാഗത്തിന്റെ മുഖത്തിന് വല്ലാത്ത സൗന്ദര്യമാണ്, പ്രകാശമാണ്. ആ പ്രകാശമുള്ള വിഭാഗം ആരാണെന്ന് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയുള്ളവരുടെ മുഖം മാത്രമാണ്, സുന്നികളുടെ മുഖം മാത്രമാണ് മഹ്ശറയിൽ പ്രകാശിക്കുന്നത് കേട്ടോ. മുഖം കറക്കുന്നവരോ അഹ്ലുൽ ബിദ്അ വൽ ളലാല, വഴിപിഴച്ചു പോയവരുടെയും പുത്തൻവാദികളായ വിഭാഗത്തിന്റെയും മുഖം കറക്കുന്ന ദിവസമാണ് മഹ്ശറ. ചെറുപ്പക്കാരെ, ചില്ലറയല്ല. വഹാബികളും മൗദൂദികളും ഖാദിയാനികളും തബ്ലീഗുകാരും, ഇനി ഞാൻ പറയാൻ വിട്ടുപോയ കള്ളത്തൊരീക്കത്തുകാരടക്കമുള്ള ബിദ്ഈ പ്രസ്ഥാനത്തിൽ അറിയാതെ പെട്ടുപോയവരുണ്ടോ? വളരെ താഴ്മയോടെ സ്നേഹത്തോടെ പറയട്ടെ, മഹ്ശറ ലോകത്തെത്തുമ്പോ മുഖം കറക്കുന്നു. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടാതിരിക്കട്ടെ, നമ്മളെ കുടുംബങ്ങളെ പെടുത്താതിരിക്കട്ടെ. ആ സമയത്ത് നല്ല മുഖം വെളുക്കുന്നവർ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയുള്ളവരാണ്. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞതല്ല. ഉസ്താദുമാരുടെ വകയല്ല, ഏതെങ്കിലും ചെറിയ കിതാബിൽ വന്നതല്ല. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മടിത്തട്ടിൽ ജീവിച്ച, ലോകത്ത് തർക്കമില്ലാത്ത നേതാവ്, ബഹുമാനപ്പെട്ട സ്വഹാബി സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ വാക്കാണ്. ചില്ലറയല്ല, ഇതൊരു ചെറിയ തമാശയായി കൂട്ടല്ല. ഏത് സംഘടനയിൽ പോയാലും കുഴപ്പമില്ല, ഏത് വിഭാഗത്തിൽ ജീവിച്ചാലും കുഴപ്പമില്ല, നിക്കരിച്ചാ മതി എന്ന് ധരിച്ചു പോകുന്നവരുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങൾക്ക് വിവരമില്ലാഞ്ഞിട്ടാണ്. ഒരു ബിദ്അത്തുകാരന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ ഒരു തവണ നോക്കിയാൽ അക്കാരണം കൊണ്ട് നിന്റെ ഇബാദത്ത് റബ്ബ് സ്വീകരിക്കില്ല. നീ ബിദ്അത്തുകാരനാവണമെന്നില്ല, നീ ഒരു പുത്തൻവാദിയാവണമെന്നില്ല. ഒരു പുത്തൻവാദിയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ നീ ഒരു തവണ നോക്കിയാൽ നിന്റെ ഇബാദത്ത് റബ്ബ് സ്വീകരിക്കില്ല. ഇത് ചെറുതാണോ ചെറുപ്പക്കാരെ? അപ്പോ നീ ഒരു വഹാബിയായി പോയാലോ, നീ ഒരു മൗദൂദിയായി പോയാലോ, അതിന്റെ കടുപ്പം എത്ര വലുതായിരിക്കും. ഇതൊന്നും ചെറിയ വിഷയമല്ല, ഞങ്ങളുടെ വക പറയുന്നതല്ല. ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ മാസമല്ലേ ഇത്? ആ മാസത്തിലല്ലേ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്?
അവിടുന്ന് തന്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നത് കാണാം. മോനെ, നീ ഒരു വഴിക്കങ്ങ് ഇറങ്ങുമ്പോ ഒരു പുത്തൻവാദിയായ മനുഷ്യൻ അതേ വഴിയിലൂടെ കേറി വരുമ്പോ ഒരു മിനിറ്റ് ആലോചിച്ചോ, അവന്റെ മുഖത്ത് നോക്കി ദേഷ്യം പ്രകടിപ്പിക്കാൻ നിനക്ക് കഴിയുമോ? ആ വഴിക്ക് തന്നെ പോയി അങ്ങേ അറ്റത്തെ വെറുപ്പ് അവന്റെ മുഖത്തേക്ക് കാണിച്ചോ? അക്കാരണം കൊണ്ട് നീ ഒരു പക്ഷേ സ്വർഗത്തിലെത്തിയേക്കാം. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ വാക്കാണ്, എന്റെ വാക്കല്ല. അതിന് നിനക്ക് ധൈര്യമില്ലേ? ആ വഴിക്ക് പോവണ്ട, ബിദ്അത്തുകാരൻ വരുന്ന വഴിക്ക് പോവണ്ട, വേറെ ഒരു വഴിക്ക് നീ മടന്നു പോയിക്കോ. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളാ പറയുന്നത്. ചെറുപ്പക്കാരെ, ആ സമയത്തതാ മുഖം കറുത്ത നല്ല ബിദ്അത്തുകാര് മുഴുവനും നരകത്തിലേക്ക് പോയി. വഴിപിഴച്ചു പോയ ആളുകളൊക്കെ നരകത്തിലേക്ക് പോയി. അവസാനം നരകത്തിലേക്കുണ്ട് മുഖം വെളുത്ത സുന്നത്ത് ജമാഅത്തിന്റെ കറകളഞ്ഞ അഖീദയുള്ള ആളുകൾ ഇങ്ങനെ വരുന്നു. നരകം കാക്കുന്ന മാലിക് അലൈഹിസ്സലാം അത്ഭുതപ്പെടുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, മൻ ഹൗലാ, നിങ്ങളാരാണ് മക്കളെ, നിങ്ങളാരാണ് ജനങ്ങളെ, ഇവരാരാണ്, ഇവരാരാണ്? മുഖം കറക്കാതെ കൈകാല് കറക്കാതെ തിളങ്ങുന്ന പ്രകാശിക്കുന്ന മുഖവുമായി നരകത്തിലേക്ക് വന്നവർ ആരാണ്? ആ മാലിക് അലൈഹിസ്സലാമിന്റെ നരകത്തിലെ മുഖം കാണുമ്പോ പേടിച്ചരണ്ട് നാം. ലോകത്തിന്റെ നേതാവ്, നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നേതാവ്, അഷ്റഫുൽ വജൂദ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് മറക്കുന്നു. പഠിച്ചവനെ, അത്തരം ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ നീ തരം താഴ്ത്തല്ല റബ്ബേ. ഞങ്ങളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറക്കുന്ന ഒരു സെക്കൻഡ് ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. നമ്മൾ പറയും, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്. മാലിക് അലൈഹിസ്സലാം അത്ഭുതത്തോടെ ചോദിക്കും, ഖുർആനിന്റെ ആളുകളോ? ഖുർആനിന്റെ ആളുകൾ എന്തിന് നരകത്തിലേക്ക് വരണം? അവനെന്തിനാണ് നരകത്തിലേക്ക് വരുന്നത്? ആ സമയത്ത് അല്ലാഹ് പടച്ച റബ്ബിന്റെ മറുപടി വരുന്നു, മാലിക് തങ്ങൾക്ക് അവർ ഖുർആനിന്റെ ആളുകൾ തന്നെയാണ്. അവര് നിസ്കരിക്കുന്നവരാണ്, അവര് നോമ്പ് നോൽക്കുന്നവരാണ്, അവര് ഹജ്ജ് ചെയ്യുന്നവരാണ്. പക്ഷേ ആരും അറിയാതൊരു ത്രില്ലിന്, കമ്പനിക്ക്, ടീനേജിന് സുഹൃത്തുക്കളുടെ കൂടെ ഒരു സൽക്കാര സദസ്സിൽ നിന്ന് മദ്യപിച്ചു പോയി, ഒരു പ്രത്യേക സാഹചര്യത്തിൽ വ്യഭിചരിച്ചു പോയി, വീടിന് വേണ്ടി അവർ ലോൺ എടുത്ത് പലിശ കൊടുത്തുപോയി. അങ്ങനെ വിവിധങ്ങളായ തെറ്റുകൾ അവർ ചെയ്തു പോയി. അവരെ ഔറത്ത് മറക്കാതെ റോട്ടിലേക്ക് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് അവർ നരകാവകാശികളാണ്. അവരെ പിടിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ മാലിക് അലൈഹിസ്സലാം നരകത്തോട് ആവശ്യപ്പെടുകയാണ്, നരകമേ ഇവരെ പിടിച്ചോളൂ. നരകം കണ്ണെത്താ ദൂരം മുഴുവനും തീയാളി പടരുന്ന ലോകമാണ്. കടൽ തിരമാല കണക്കെ തീജ്വാലകൾ ആഞ്ഞടിച്ചു വരികയാണ്. നമ്മുടെ നേരെ ലക്ഷ്യം വെച്ച് കണ്ണെത്താ ദൂരത്ത് പതർന്നുകൊണ്ട് കിടക്കുന്ന ഈ തീജ്വാലകൾ മുഴുവനും എന്നെയും നിങ്ങളെയും പിടിക്കാനങ്ങ് നേരെ കടന്നു വരുന്ന രംഗം കണ്ട് പേടിച്ചരണ്ട് നിലവിളിച്ച് നമ്മൾ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നരകം അവിടെ നിൽക്കുന്നു, നരകം അവിടെ നിൽക്കുന്നു. മാലിക് അലൈഹിസ്സലാം ആ സമയത്ത് നരകത്തോട് ചോദിക്കുന്നു, നരകമേ എന്തുകൊണ്ട് അവരെ പിടിക്കുന്നില്ല? നരകത്തിന്റെ മറുപടി വരുന്നത്, കലിമത്ത് തൗഹീദ് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു വിഭാഗത്തെ ഞങ്ങൾ എങ്ങനെ കരിച്ചു കളയാൻ? കലിമത്ത് തൗഹീദ് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു വിഭാഗത്തെ ഞങ്ങൾ എങ്ങനെ കരിച്ചു കളയാൻ?
അല്ലാഹ് മാലിക് അലൈഹിസ്സലാം പറയുന്നത് അവർ കലിമത്തു തൗഹീദിന്റെ ആളുകളാണ്. അവർ നിസ്കരിച്ചവരാണ്, നോമ്പ് നോറ്റവരാണ്, അവർ ഹജ്ജ് ചെയ്തവരാണ്, സക്കാത്ത് കൊടുത്തവരാണ്, അവർ ഖുർആൻ ഓതിയവരാണ്. പക്ഷേ അവരുടെ സ്വകാര്യ ജീവിതം വിശുദ്ധമായില്ല. ആരും അറിയാതെ സ്വകാര്യമായി അവർ തെറ്റ് ചെയ്തു പോയി. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ചെറുപ്പക്കാരെ, മദീനയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാളെ കണ്ട് അസ്സലാമു അലൈക്കും വഅലൈക്കുമുസ്സലാം, എന്തൊക്കെയാണ് വിശേഷം, മരുമകള് വീട്ടിലുണ്ടോ? മറുപടി വരുന്നു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അല്ല, നിങ്ങൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. എന്തേ കാരണം? പടച്ചവനെ, അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് മനുഷ്യന്റെ കണ്ണ്, കാത് മാത്രമല്ല, ഖൽബിൽ ഉയർന്നു വന്ന കാര്യം പോലും പടച്ച റബ്ബ് ചോദ്യം ചെയ്യുമെന്നാണ്. ആ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ അവസ്ഥ എന്താണ് റബ്ബേ? ഇതങ്ങ് ആലോചിക്കുമ്പോ അവർക്ക് പിന്നെ മറ്റൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. അത്തരം ചെറുപ്പക്കാരും മദീനയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കൂട്ടുകാരെ, നരകത്തോട് നമ്മെ പിടിക്കാൻ ആവശ്യപ്പെടുമ്പോ നരകം പിടിക്കാതെ നിൽക്കുന്നു നമ്മുടെ തൗഹീദിന്റെ വചനം കേട്ട്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാം സബാരിയാക്കളെ വിളിക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു ഉറുമ്പുണ്ട്. ആ ഉറുമ്പ് നടന്നു പോകുന്ന വഴിയിൽ നമ്മളതിനെ ചവിട്ടുമ്പോ വല്ല മനസ്സിൽ കുത്തും തോന്നാറുണ്ടോ? ആ ഉറുമ്പിന് വേദനയുണ്ടല്ലോ, ആ ഉറുമ്പിനും ജീവനുണ്ടല്ലോ, ആ ഉറുമ്പിനും കുടുംബമുണ്ടല്ലോ. നമ്മളാരെങ്കിലും ആലോചിക്കാറുണ്ടോ? എന്നാൽ കോട്ടക്കൽ അങ്ങാടിയിൽ ഒരു പാവപ്പെട്ട പണ്ഡിതൻ, ചെറുപ്പക്കാരെ, നല്ല മഴ പെയ്യുകയാണ്, നാട് മുഴുവനും വെള്ളപ്പൊക്കത്തിലാണ്. എല്ലാവരും പേടിച്ച് റൂമിനകത്തിരുന്ന് വെള്ളപ്പൊക്കം എങ്ങോട്ട് പോകുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു നല്ല പണ്ഡിതൻ നല്ല വയലിലിറങ്ങിയിട്ട് അരവരെ ഉയർന്നു വരുന്ന വെള്ളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു. അങ്ങ് അദ്ദേഹത്തോട് സ്നേഹമുള്ള ആളുകൾ മെല്ലെ ചെന്ന് ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പോരണമെന്ന് ആവശ്യപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി, നിങ്ങളൊക്കെ വീട്ടിൽ കയറി കട്ടിൽ കിടക്കുമ്പോ നിങ്ങളെപ്പോലെ പടച്ച റബ്ബ് റൂഹ് നൽകി ലോകത്തേക്ക് പറഞ്ഞു വിട്ട കുറെ ഉറുമ്പുകളിതാ ഈ വെള്ളപ്പൊക്കത്തിൽ കടന്ന് പെടയുന്നു. ആ ഉറുമ്പുകളെ രക്ഷപ്പെടുത്തട്ടെ ഞാൻ, നിങ്ങൾ പോയിക്കോളൂ. ഒരു പണ്ഡിതന്റെ പ്രതികരണം ഇതാണ്. മഹാനായ തേനോലി ഒരു പാപ്പ, അല്ലാഹു അവരുടെ കുരുത്തം നമ്മുടെ സദസ്സിന് നൽകട്ടെ. ചെറുപ്പക്കാരെ, ഇത് മനസ്സിലുണ്ടായി കിട്ടണം. അല്ലാഹു നമുക്ക് നല്ല മനസ്സ് നൽകുമാറാവട്ടെ. അതാ, എന്നാൽ നമ്മളെ പോലെ കൽബിൽ കൃപയില്ലാത്ത, നമ്മളെത്ര കരഞ്ഞാലും അലിവ് തോന്നാത്ത കൽബിന്റെ ഉടമസ്ഥരായി റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചിരിക്കുന്ന പ്രത്യേക ജീവികളല്ലേ സബാരിയത്ത് എന്ന് പറയുന്നത്. ആ സബാരിയാക്കളെ വിളിക്കുകയാണ്. സബാരിയത്ത് വന്നിട്ട് എന്നെയും നിങ്ങളെയും പിടിച്ച് നരകത്തിലേക്ക് എറിയുന്നു. ആ നരകത്തിലങ്ങ് കിടക്കുന്ന സമയത്ത് എന്റെ കൈ കത്തുന്നു, എന്റെ കാല് കത്തുന്നു, എന്റെ തലയോട്ടി പൊട്ടിത്തെറിക്കുന്നു, തലച്ചോറ് ചിന്നച്ചിതറുന്നു, ശരീരം മുഴുവനും കത്തിയാളിക്കൊണ്ടിരിക്കുമ്പോ പേടിച്ചരണ്ട് നിലവിളിച്ച് നമ്മൾ പറയുന്നത്, യാ മാലിക്കു, നരകം കാക്കുന്ന മലക്ക്, ഒന്നു മരിച്ചു കിട്ടുമോ, ഒന്നു മരിച്ചു കിട്ടുമോ, ഒന്നും മരിക്കാനാവുമോ? ഒരു ചെറിയ രോഗം വരുമ്പോഴേക്ക് കരയുന്നവരല്ലേ ഞാനും നിങ്ങളും. അതേ, ഞാനും നിങ്ങളുമാണ്. അല്ലാഹ്, ഒന്നും മരിക്കോ റബ്ബേ, ഒന്നും മരിക്കോ അല്ലാഹ്, ഒന്നും മരിക്കാനാവുമോ റബ്ബേ? താങ്ങാനങ്ങ് കഴിയുന്നില്ല, വല്ലാതെ കരയുകയാണ്.
ഒരു ദിവസമല്ല, 2 ദിവസമല്ല. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരൊറ്റ ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറാ ലോകത്ത് 10,000 വർഷം യാചിക്കുന്നതൊന്നും മരിക്കോ, ഒന്നും മരിച്ചു കിട്ടുമോ? എന്തേ? കണ്ണ് കത്തുകയാണ്, കൈ കത്തുകയാണ്, കാല് കത്തുകയാണ്, ശരീരം മുഴുവനും കത്തുകയാണ്, മരിക്കുന്നില്ല. കുല്ലമാ നളിജത്തു ജുലൂദുഹും ഫബദ്ദൽനാഹും ജുലൂദാ. ഒരു ഭാഗത്ത് ഉരുകി താഴേക്ക് ഇങ്ങനെ വീടുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് റബ്ബുൽ ഇസ്സത്ത് മാംസം വെച്ചു തരുന്നു. അതിന് തീ പിടിച്ച് താഴേക്ക് വീഴുമ്പോ മറുഭാഗത്ത് മാംസം വെച്ചു തരുന്നു. അങ്ങനെ കാലാകാലം നരകത്തിൽ കിടന്ന് പെടുകയാണ്. 10,000 വർഷം കെഞ്ചി കെഞ്ചി യാചിച്ചു നോക്കിയിട്ട് മറുപടിയില്ല. വല്ലാത്ത കരച്ചിൽ കരഞ്ഞിട്ട് ചോദിക്കുമ്പോ അവസാനത്തെ മറുപടി മോനെ, ചാൻസ് ഇല്ല കേട്ടോ, ഇനി മരിക്കാൻ നിർവാഹമില്ല കേട്ടോ, സഹിച്ചോളൂ, സഹിച്ചോളൂ, സഹിച്ചോളൂ. ദുനിയാവുന്നത് ഓർമ്മപ്പെടുത്താൻ എത്ര ആലിമീങ്ങൾ വന്നു, എത്ര വാളിന്റെ സദസ്സിലിരുന്നു, എത്ര മഹാന്മാര് നിങ്ങളോട് ഈ കാര്യം ഓർമ്മപ്പെടുത്തി. അടിക്കടി ഈ കാര്യം തന്നെ നിന്നോട് പറഞ്ഞിട്ട് മനസ്സിലേക്ക് ഒന്നും ചിന്തിക്കാൻ ടൈം കിട്ടിയില്ല അല്ലേ? ഇപ്പോൾ കരയണ്ടടോ, കരച്ചിലിന് പ്രാധാന്യമില്ല. മലായിക്കത്ത് പറയുമടോ, ഈ കരച്ചിലെങ്ങാനും ദുനിയാവിൽ വെച്ചായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ കരച്ചിൽ വലിയ കെമിക്കലായിരുന്നടോ. നരകത്തെ തണുപ്പിക്കാൻ കണ്ണുനീരിനേക്കാൾ വലിയൊരു കെമിക്കലില്ല. അതുകൊണ്ടാണ് രണ്ടു കണ്ണുകൾ നരകത്തിലെത്തുന്നില്ല. ഒന്നാമത്തെ കണ്ണ് ഐനുൻ തഖ്റുസു ഫീ സബീലില്ലാഹ്, ദീനീ പ്രവർത്തനത്തിന് വേണ്ടി ഉറക്കൊഴിവാക്കി നടക്കുന്ന കണ്ണാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് എത്തിക്കാൻ, ജനങ്ങളെ മനസ്സിലേക്ക് സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കാൻ, മനുഷ്യത്വം നഷ്ടപ്പെട്ട പുതിയ ലോകത്തിന് മാനവികതയുടെ മുഖം ഉണർത്തി കൊടുക്കാൻ ചുമരിൽ എഴുതിയിട്ടും പോസ്റ്റർ ഒട്ടിച്ചിട്ടും വഅദ് സംഘടിപ്പിച്ചിട്ടും സ്വലാത്ത് സംഘടിപ്പിച്ചിട്ടും മനുഷ്യന്റെ ഹൃദയമങ്ങ് നന്നാക്കി സ്വർഗത്തിലെത്തിക്കാൻ ക്ഷമിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി ഉറക്കൊഴിവാക്കുന്ന ആളുകൾ, അതിനുവേണ്ടി റോട്ടിലിറങ്ങുന്ന ആളുകൾ, അവരുടെ കണ്ണു നരകത്തിലില്ല. രണ്ടാമത്തെ കണ്ണ് വൈനുൻ ബഖതി മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലായി ഉറക്കൊഴാ കരഞ്ഞ കണ്ണുകളാണ്, റബ്ബിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകളാണ്. ഫീ ഖദ്ദി ഫാറൂഖിൻ മിനൽ ഖുലഫായി ഖത്താനി അസ്വദാനി മിൻ ബുക്കായി. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അറബ് ലോകത്തിലെ ഉരുക്കു മനുഷ്യനാണ്. പക്ഷേ പടച്ച റബ്ബിനെ പേടിച്ചപ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണിട്ട് മുഖത്ത് 2 കറുത്ത ചാലുകൾ വന്നുപോയി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് മാംസക്കഷ്ണങ്ങൾ താഴേക്ക് വീഴാൻ തുടങ്ങി. ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞിട്ട് മദീന മുഴുവനും കൂട്ടക്കരച്ചിലായി പോയി. ആ സമയത്തതാ നമ്മൾ ഇവിടെ വെച്ച് കരയുന്നില്ല, ഇവിടെ നമുക്ക് കരയാൻ ടൈമില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ വാവിട്ട് നിലവിളിച്ച് റബ്ബിനോട് ചോദിക്കുമ്പോഴും നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ല. ദുനിയാവ് ചിന്തിക്കുന്ന തിരക്കിലാണ്. ആമീൻ പറയുമ്പോ എന്തൊക്കെ എന്റെ ദുനിയാവിന്റെ കാര്യം പറയണം, അത് വിട്ടുപോവാൻ പാടില്ല എന്ന് ചിന്തിച്ചെടുക്കുന്ന തിരക്കിലാണ്. ചെറുപ്പക്കാരെ, ദുനിയാവ് ചോദിക്കാതെ തരുന്നവനാണ് റബ്ബ്. മക്കളെ, ആഖിറം ചോദിച്ചോ, സ്വലാത്തിന്റെ സദസ്സിൽ നിന്ന് ആഖിറം മാത്രം ചോദിച്ചോ. ദുനിയാവ് ചോദിക്കണ്ട, റബ്ബ് തരും തീർച്ചയാണ്.
ദുനിയാവ് ചോദിക്കാതെ ആഖിറം മാത്രം ചോദിച്ചോ, ദുനിയാവ് റബ്ബ് തരും തീർച്ചയാണ്. എന്നാൽ ദുനിയാവ് ബറക്കത്തിന് വേണ്ടി, അദബിന് വേണ്ടി ഞങ്ങളിതാ വലിയ ആളുകളല്ല റബ്ബേ, കഴിവ് കുറഞ്ഞവരാണെന്ന് ബോധ്യപ്പെടുത്താനാണ് സാദാത്തുക്കളും ആലിമീങ്ങളും ദുആയിൽ ഉൾപ്പെടുത്തുന്നത്. അത് കഴിവുകേട് പ്രകടിപ്പിക്കാനാണ്, താഴ്മ പ്രകടിപ്പിക്കാനാണ്. അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ഖൽബില് നിറയെ മഅ്ശറ കൊണ്ടുവന്നോ, ആ നരകത്തിൽ കിടന്ന് ഞാനും നിങ്ങളും കരയുകയാണ്. മരിക്കുകയില്ല എന്ന് കേൾക്കുമ്പോ താങ്ങാൻ ഇനി കഴിയില്ലല്ലോ. 10,000 വർഷം പിന്നെ യാചിക്കുന്നത് ഇത് പടച്ചവനെ ദുനിയാവിൽ നിന്ന് ചോദിച്ചൊക്കെ തന്ന റബ്ബേ, താമസിക്കാനുള്ള വീട് നൽകിയ അല്ലാഹ്, കഴിക്കാനുള്ള ഭക്ഷണം നൽകിയ റബ്ബേ, ശ്വസിക്കാനുള്ള വായു നൽകിയ റബ്ബേ, കുടിക്കാനുള്ള വെള്ളം നൽകിയ റബ്ബേ,